ശൈവ സിദ്ധാന്തങ്ങൾ പറയുന്നത് പോലെ ശിവനാകുന്ന സ്പന്ദനത്തെ അനുഭവിച്ചറിയാനായിട്ടാണ് നിങ്ങളിവിടെ നിന്ന് പങ്കുചേരുന്നത്. നമ്മൾ സ്വർഗത്തെയോ നരകത്തെയോ പറയുന്നില്ല. ജീവൻ ഇവിടെ നിൽക്കുന്ന ജീവമുക്ത സ്ഥിതിയിൽ നിൽക്കുന്ന ഒരനുഭവമുണ്ട്. പരമാനന്ദത്തിൻ്റെയും കർമ്മമുക്ത സ്ഥിതിയുടെയും ഒരവസ്ഥ, അതിനെ അനുഭവിച്ചറിയാനാണ് പറയുന്നത്. ഉയർന്നൊരു കമ്പനം വന്ന് നിങ്ങളെ സ്പർശിക്കുമ്പം നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു തിരിച്ചറിവുണ്ട്. ഒരിക്കലും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ നോട്ട് എ എക്സ്പീരിയൻസ്, അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ ജനന മരണ സ്മൃതിയെ നിങ്ങളൊരു നിമിഷം അറിയുന്നത് അതൊരു വേർഡ്സിൽ സാധിക്കുന്നതല്ല. അതൊരു എന്തെങ്കിലും കുറച്ച് കാണിച്ചു കൂട്ടിയിട്ട് സാധിക്കുന്ന ഒന്നല്ല. അത് ഉള്ളിൽ സ്പന്ദിക്കണം. ഒരു ഗുരു സമാധി സ്ഥിതിയിൽ നിൽക്കുമ്പം ഒരൊറ്റ സൂക്ഷ്മ ശരീരത്തിൻ്റെ സ്പർശനം മതി നിങ്ങളുടെ ഊർജ ശരീരത്തെ ഉണർത്താൻ. ആ അവസ്ഥയെ അനുഭവിച്ചറിയുകയാണെന്ന് ജീവൻ ഇവിടെ സംഭവിക്കുന്നതാണ്. ഇതിനെ അനുഭവിച്ചറിയണം നിങ്ങൾ. സ്വർഗത്തിൽ പോകാനോ നരകത്തിൽ പോകാനോ ആയിട്ടല്ല, ഇത് ജീവൻ്റെ അനുഭൂതിയെ തിരിച്ചറിയാനായിട്ടാണ്. மயங்கினார்கள் வையகம் அவ்வும் உப்பும் அப்புமாய் அமர்ந்ததே சிவாயமே. ஓம் நமः சிவாய, ஓம் நமः சிவாய. அம்பு கொண்டு அசங்கென்றால் அசங்குமோ, கம்பமற்ற பார்க்கடல் கலங்கென்றால் கலங்குமோ, இன்பமற்ற யோகியை இருளும் வந்து அணுகுமோ, செம்பொன்னம்பலத்துளே தெளிந்ததே சிவாயமே. ஓம் நமः சிவாய, 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 ஓம் நமः சிவாய. அவ்வெனும் எழுத்தினால் அகண்டம் ஏழுமாகினாய், உவ்வெனும் எழுத்தினால் உருத்தரித்து நின்றனை, மவ்வெனும் எழுத்தினால் மயங்கினார்கள் வையகம் அவ்வும் உவ்வும் அவ்வுமாய் அமர்ந்ததே சிவாயமே. ஓம் நமः சிவாய, ஓம்